ചെറിയൊരു കഥ പറയാം. വളരെ ചെറിയ കാര്യത്തിൻ്റെ പേരിലാണ് രണ്ട് സഹോദരങ്ങൾ പിണങ്ങിയത്. പക്ഷേ അകൽച്ച വല്ലാതെ കടുത്തുപോയി. ഒരു മിണ്ടാട്ടമില്ലാതെ മാസങ്ങൾ നീണ്ടു നിന്നു. തമ്മിൽ കണ്ടാലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങി. രണ്ടാളുടെയും വീടുകൾക്ക് നടുവിൽ നീണ്ടു നടക്കുന്ന പുൽമേടാണ്. അത് മുഴുവൻ പറിച്ചു കളഞ്ഞ് അനുജൻ അവിടെ ഒരു കുളം കുത്തി. അതോടെ അവരുടെ മക്കളും അകന്നു തുടങ്ങി. അതിനിടയ്ക്കൊരു ദിവസം ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു. മരപ്പണിക്കാരനാണ്. ജോലി എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചാണ് അവിടത്തേക്ക് വന്നത്. വീടിനകത്ത് ജോലിയൊന്നുമില്ല, പക്ഷേ പുറത്തൊരു ജോലിയുണ്ട്. ആ കുളത്തിനപ്പുറത്തൊരു വീട് കാണുന്നില്ലെങ്കിൽ അതെൻ്റെ അനുജൻ്റെ വീടാണ്. എനിക്ക് ആ വീട് കാണണ്ട. പറ്റുന്നത്ര ഉയരത്തിൽ ഇവിടെ ഒരു മതിലുണ്ടാക്കി തരാമങ്ങൾ. പഴങ്ങൾ വിൽക്കാൻ ഞാൻ നാളെ പട്ടണത്തിലേക്ക് പോകും. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരും. വരുമ്പോഴത്തേക്ക് ഇവിടെ വലിയൊരു മതിലുണ്ടാകണം. ആവശ്യമുള്ള എത്ര മരങ്ങൾ നിങ്ങൾ മുറിച്ചോ, ഒരു കുഴപ്പമില്ല. മരപ്പണിക്കാരൻ സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുത്തു. അങ്ങനെ വീട്ടുകാരൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. 8 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വന്നത്. മതിൽ കാണാനുള്ള ആവേശത്തോടെ ഓടി വന്നയാൾ വീടിന് മുന്നിലെ കാഴ്ച കണ്ട് അമ്പരന്ന് നിന്നു. എന്താണെന്നല്ലേ, മതിലില്ല. കുളത്തിന് മുകളിലായി ഒരു പാലം പണിത് വെച്ചിരിക്കുന്നു. 2 വീടുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ പാലത്തിൽ 2 ആൾക്കാരെയും മക്കൾ ഓടിക്കളിക്കുന്നു. പെട്ടെന്ന് അനുജൻ ആ പാലത്തിലൂടെ നടന്നു വന്ന് ജ്യേഷ്ഠൻ്റെ കൈ പിടിച്ചു. നന്ദിയുണ്ടടാ നിന്നോട്. ദേഷ്യത്തിൻ്റെ പുറത്ത് കുളം കുത്തിയെങ്കിലും പിന്നെ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധമായി. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും നീ എന്നെ കൈവിട്ടില്ലല്ലോ. ഈ പാലം പണിതിന് ഒരുപാട് നന്ദിയുണ്ടടാ. സഹോദരങ്ങൾ കെട്ടിപ്പിടിക്കുന്നതും കുഞ്ഞുങ്ങളൊക്കെ സന്തോഷിക്കുന്നതും കണ്ട് സന്തോഷത്തോടെ മരപ്പണിക്കാരൻ മടങ്ങാൻ നോക്കുമ്പോൾ ജ്യേഷ്ഠൻ ഓടി വന്നു. നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണ്. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കാമോ? നിങ്ങൾ എത്ര ജോലി വേണമെങ്കിൽ ചെയ്തോളൂ, എത്ര പണം വേണമെങ്കിൽ തരാം. അയാൾ പറഞ്ഞു, ക്ഷമിക്കണം, ഇവിടെ നിൽക്കാൻ എനിക്ക് സന്തോഷമാണ്. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. ഇനിയും എത്രയോ മനുഷ്യരിനേക്ക് എത്താനുണ്ട്. ഒരുപാട് പാലങ്ങൾ പണിത് കൊടുക്കാനുണ്ട്. ഞാൻ പോവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊന്നും ജീവിതത്തിൽ ഇങ്ങനൊരു മരപ്പണിക്കാരൻ വരാനില്ല. നമ്മൾ പണിത് വെച്ച മതിലും കുളവും നമുക്കിടയിൽ ദൂരം കൂട്ടുന്നുണ്ട്. മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുമ്പോൾ ആ കുളങ്ങൾക്ക് മീതിയായി പുതിയൊരു പാലമുയരുന്നു. മാപ്പ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സ് വേദനിച്ച ദിവസത്തിൽ തന്നെ തങ്ങി നിൽക്കും. നമുക്കൊക്കെ ഈ നിമിഷത്തിൽ ജീവിക്കണം. അതിനാണ് മാപ്പ്. യാതൊരു അർഹതയില്ലാത്ത മനുഷ്യർക്കും മാപ്പ് കൊടുത്ത് വിട്ടുകളയണം. ഇനിയും വിശ്വസിച്ച് കൂടെ കൂട്ടാനൊന്നല്ല. ഒരു അപരിചിതനോട് കാണിക്കുന്ന നിർവികാരതയില്ലേ, അത്രയെങ്കിലും മതി മാപ്പ് കൊടുത്ത് വിട്ടുകളയുക. ചെറിയ മനസ്സിലുള്ളവർക്ക് പറ്റുന്ന പരിപാടിയൊന്നുമില്ല ഇത്. മാപ്പ് കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ അപാരമായൊരു ശക്തി വേണം.